യെസ്, അങ്ങനെ തംബ്നെയിലിൽ കണ്ടതുപോലെ ഞാനും വാങ്ങിച്ചിരിക്കുകയാണ് ഒരു സ്മാർട്ട് വാച്ച്. കുറച്ച് നാളായിട്ടല്ല, കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങുക എന്നുള്ളത്. പക്ഷേ വെറും ഒരു സ്മാർട്ട് വാച്ച് ആകരുത്, കുറേയേറെ കാര്യങ്ങൾ, അതായത് കുറേയേറെ ഫീച്ചേഴ്സ് എനിക്ക് വേണമായിരുന്നു. അങ്ങനെ തപ്പി ഞാൻ ഒരുപാട് വാച്ചസും തപ്പിയായിരുന്നു. കാരണം സാംസങ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. എന്നാൽ ഇതിലൊക്കെ ഇല്ലാത്തത് എന്തോ ഒരു പ്രത്യേകത മാത്രമല്ല, കുറേ കാര്യങ്ങൾ. ഇതിൽ മെയിൻ കാര്യം ഞാൻ നോക്കിയത് ബാറ്ററി ബാക്കപ്പ് ആണ്. ബാറ്ററി ബാക്കപ്പ് ഒരു ചെറിയ കാര്യമൊന്നുമില്ല. കാരണം സാംസങ്ങിൻ്റെ വാച്ച് യൂസ് ചെയ്യുന്ന പലരോടും ഞാൻ എൻക്വയറീസ് നടത്തിയായിരുന്നു. സാംസങ് നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഒറ്റ കാര്യത്തിൽ പ്രശ്നമുള്ളൂ, ബാക്കപ്പ്. അതുപോലെ നോക്കി പല ബ്രാൻഡുകളും, അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് മറിച്ചൊക്കെ ഇഷ്ടം പോലെ ബ്രാൻഡുകളാണുള്ളത്. ഞാനിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഈ കാണുന്ന ഒരു മുതൽ. നമുക്ക് ഇവനെ പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്ത് വെച്ചും ഓടി വന്നാലോ. ആദ്യം തന്നെ ഈ ഒരു ബോക്സ് നമുക്കിത് കാണാൻ സാധിക്കും. അമേസ്ഫിറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. T-Rex 3 Pro ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 48mm ആണ്. ഇതിൻ്റെ MRP വരുന്നത് 69,999, അതായത് 70,000 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് ഇത് അൺബോക്സ് ചെയ്യേണ്ടത്. യെസ്, നമ്മുടെ മുതൽ വേണ്ടിയിരിക്കുന്നു. ഒരു രക്ഷയില്ല, കിടൂന്ന് പറഞ്ഞ അയ്യോ, ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഏതായാലും ഈ ഒരു മോഡൽ വാങ്ങണമെന്നുള്ളത്. ഏതായാലും സംഗതി കണ്ടാൽ നല്ല കിടുവാണ്. അത് ഇവിടെ നമുക്ക് ലൈറ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്ക്രീനും തുറക്കാം. യെസ്, വാവ്. വേണ്ട, ഇവിടെ നമുക്ക് ഇതിൻ്റെ ഓണേഴ്സ് മാനുവൽ കാണാൻ സാധിക്കും. വാച്ച് ഞാൻ ഇങ്ങെടുത്തു. ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. മാഗ്നറ്റിക് ചാർജറാണ് വരുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇവിടെ ഒരു USB-C ആണ് വരുന്നത്. നമുക്കിതിൻ്റെ കൂട്ടത്തിൽ C ടൈപ്പ് വരുന്നുണ്ട്. സ്ട്രാപ്പ് വരുന്നത് ഫിറ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു സൈഡ് പിടിപ്പിച്ചു. യെസ്, അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞത് ഇതാണ് നമ്മുടെ വാച്ച്. നമുക്കിതിനെ പെട്ടെന്നൊന്ന് ഓണാക്കി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. ഞാൻ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. യെസ്, ദേണ്ട ഓൺ ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഒരു വൈബ്രേഷൻ വന്നു ഇപ്പം. വാവ് മാൻ, ഒരു രക്ഷയില്ല. ഏതായാലും കൊടുത്ത കാശിന് കണ്ടിട്ട് നല്ല വർത്താണെന്ന് തോന്നുന്നു. ബാക്കി ഇനിയിപ്പം നമുക്ക് വഴിയേ പറയാൻ പറ്റത്തുള്ളൂ. യെസ്, ഇംഗ്ലീഷ്. ഇനി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഞാനിതെല്ലാം കഴിഞ്ഞ് ഒന്ന് യൂസ് ചെയ്തിട്ട് ഓടി വരാം. ഓക്കെ, അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ നിങ്ങൾ കണ്ടു. സംഗതി നല്ലൊരു പാക്കിങ്ങിലാണ് കിട്ടിയിരിക്കുന്നത്. എനിക്കിത് കിട്ടിയിട്ട് ഏകദേശം ഒരു 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഞാനിതിപ്പോൾ യൂസ് ചെയ്യാൻ 2 ദിവസം കൊണ്ട് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഇനിയിപ്പോൾ 79% ഇപ്പം ബാറ്ററി ബാക്കപ്പ് ഇനി നമുക്കുള്ളത്. അപ്പോൾ 79 എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പം നല്ല ഹെവി യൂസേജ് ആയിരുന്നു. കാരണം സാറ്റലൈറ്റും എല്ലാം കണക്റ്റഡ് ആയിട്ട് ഇതിൽ നമുക്ക് 6 സാറ്റലൈറ്റോളം വരുന്നുണ്ട്. ഡ്യുവൽ ചാനലാണ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഡെയിലി നടക്കാൻ പോകുന്ന സമയത്ത് ഈ 2 ദിവസമായിട്ട് ഇത് കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം എത്ര കിലോമീറ്ററും കാര്യങ്ങളൊക്കെ കവർ ചെയ്തൊന്ന് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഓരോ കിലോമീറ്റർ നമ്മൾ നടന്ന് എത്തിക്കഴിയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് 1 കിലോമീറ്റർ നടന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് വരുന്ന സൗണ്ട് അടിപൊളിയാണ്. അതുമാത്രമല്ല, ഞാനിത് മേടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ പ്രോ അല്ലാത്ത 3 കിട്ടും. പക്ഷേ 3യുടെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് കോളിംഗ് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഏതായാലും എടുക്കുകയാണ്, നല്ല മോഡൽ തന്നെ എടുക്കാമെന്ന് വെച്ചാൽ ഇതൊരു റഗഡ് ഡിസൈനാണ്. അതായത് റഗഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക്, അതായത് ഇങ്ങനെ വേണമെങ്കിൽ റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലിലുള്ള വാച്ചാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, ഇത് 100 മീറ്റർ വരെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിലും സ്വിമ്മ് ചെയ്യുന്ന സമയത്ത്, അതായത് നീന്തുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്കിത് കെട്ടിക്കൊണ്ട് നീന്തുന്നതുകൊണ്ട് ഒരു രീതിക്കുള്ള പ്രശ്നവും വരുന്നില്ല. ഇനി ഇതിൻ്റെ കുറച്ച് സ്പെക്ക് ഞാനൊന്ന് പറഞ്ഞു പോകാം. 1.5 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതും സഫയർ ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം ഗൊറില്ല ഗ്ലാസിൻ്റെ അടുത്താണ് സഫയർ ഗ്ലാസ് വരുന്നത്. നല്ല ഹാർഡാണ്. അത് പെട്ടെന്നൊന്നും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരുന്നതല്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു മോഡലാണ്. 3000 നിറ്റ്സ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെയിലത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഫോൺ പോലെ തന്നെ ആംബിയൻറ്റ് ലൈറ്റിങ് നോക്കിയിട്ട് ആവശ്യാനുസരണം ലൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ തന്നെയാണ്. മാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഞാനിപ്പോൾ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഫുൾ മാപ്പ് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോകാണെങ്കിലും മൊബൈൽ ഫോൺ ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൽ മാപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം ഇതിൽ സാറ്റലൈറ്റുമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ, GPS സാറ്റലൈറ്റുമായിട്ട് കണക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫോൺ യൂസ് ചെയ്യാതെ തന്നെ ഇതിൽ മാപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നടക്കുന്ന കിലോമീറ്ററും കാര്യങ്ങളൊക്കെ വളരെ
കൃത്യമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വാഹനം ഓടിച്ച് കിലോമീറ്റർ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചിട്ടാണ് നടക്കാൻ സാധാരണ പൊക്കോണ്ടിരുന്നത്. ഇപ്പം ഞാൻ അതേ സെയിം ഡിസ്റ്റൻസ് നടക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള റീഡിംഗ് ആണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും കാര്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞത്. കാരണം ഒരു രീതിക്കുള്ള പ്രൊമോഷനായിട്ട് നിങ്ങളിത് കൂട്ടണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വാങ്ങിക്കാതെ ഞാൻ പറയത്തുള്ളൂ. വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങുക. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞത്, കാരണം കുറേ നാളായിട്ട് ഈ ഒരു വാച്ച്, ഒരു സ്മാർട്ട് വാച്ച് എടുക്കണമെന്ന് വിചാരിച്ച് 2-3 ചാത്തൻ സ്മാർട്ട് വാച്ചൊക്കെ ഞാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ അത് കളയേണ്ടി വന്നു, ഉള്ളത് പറയാമല്ലോ. കാരണം എടുക്കുമ്പോൾ നമുക്കുള്ളൊരു അല്ലെങ്കിൽ അതിനകത്തുള്ള ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണില്ല. പക്ഷേ ഇവനെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഫീച്ചേഴ്സും ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ ഇപ്പം നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ബാറ്ററി കുറച്ച് ഡ്രെയിൻ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതൊക്കെ ഓഫ് ആക്കി ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിലെ വേറൊരു അഡ്വാൻറ്റേജ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. അതേ നോക്കിക്കോണം, ലൈറ്റ് കത്തും. അതും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാം, റെഡ് കളറാക്കാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതായത് രാത്രിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോവുകയാണെങ്കിൽ പോലും നമുക്ക് ലൈറ്റ് ഇതിനകത്ത് വരുന്നത് ഒരു വലിയ ഗുണമാണ്. ഇത് ചില ഗുണങ്ങൾ ഞാൻ ജസ്റ്റ് എടുത്തെന്ന് പറഞ്ഞുള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇതിൻ്റെ ഒരു കഥ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതേ ഉള്ളൂ. ഇതിൽ 32 GB ഇൻറ്റേർണൽ മെമ്മറി വരുന്നൊരു വാച്ചാണ്. പാട്ട് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും കേൾക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിന് നല്ലൊരു പോസിറ്റീവായിട്ടൊരു കാര്യം തന്നെയാണ്. പിന്നെ 180ഓളം വർക്കൗട്ട്സ് ഇതിനകത്ത് ആഡഡ് ആണ്. അതായത് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്സ് ആഡഡ് ആണ്. അത് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ കലോറി കത്തുന്നതും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറിയാൻ സാധിക്കും. അതൊക്കെ കുറേ കൂടി ഇതിനകത്ത് ഇൻഡെപ്ത് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഞാനിതിൽ വലിയ ഇൻഡെപ്ത് ഉള്ളതല്ല. പക്ഷേ എന്നാലും എൻ്റെ ഒരു ആഗ്രഹം എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു പ്രൈസിന് ഇപ്പോൾ ഇതിൻ്റെ ആമസോൺ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 35,000 രൂപ, 35,000 ആണ് ആമസോണിലെ പ്രൈസ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിൽ എനിക്ക് എടുക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ ഞാനതിപ്പം എടുത്തത്, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കൊണ്ട് തന്നെയാണ്. അത് ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതെല്ലാവരുമായിട്ടൊന്ന് അറിയിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ, അതായത് ഈ ഒരു വാച്ച് യൂസ് ചെയ്ത് എങ്ങനെയുണ്ടെന്നും ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം MG Tech എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ചാനൽ കൂടെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് കുരുത്തക്കേടുകൾ കാണിക്കുന്ന ഒരു ചാനലാണ് MG Tech. അപ്പോൾ ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.